ഇല്ല കുഴപ്പമില്ല. മെസ്സേജ് അങ്ങനെ ഒന്നുമില്ല. ഒരു IFFK ഉണ്ടായിരുന്ന പടമാണ്, കുഴപ്പമില്ല. അതൊരു പോസിറ്റീവായിട്ട് പറയാം. അതിലോട്ടില്ല, വേറെ ഇതിലോട്ട് മാറുന്ന ഒരു പടമാണ്. സിറ്റുവേഷനിലാവുന്നതാണ് പടത്തിനെ പറ്റി പറയുന്നത്. നല്ല പടമാണ്. ഒരു സിറ്റുവേഷനിലായി പോകുന്നതാണ്, അതിനെപ്പറ്റി പറയുന്ന ഒരു പടമാണ്. ആർക്കും കൂടെ പറ്റാം. അങ്ങനത്തെ ഒരു രീതി. അത് കാണണം, എല്ലാവരും കാണേണ്ട ഒരു പടമാണ്. നല്ല മെസ്സേജുണ്ട്, അത് കണ്ടാലേ അത് മനസ്സിലാവുള്ളൂ. നമ്മൾ കുഴപ്പമില്ലായിരുന്നു, തിയേറ്ററിൽ വന്ന് തന്നെ കാണണം. അത് എടുത്തേണ്ട രീതിയിൽ എടുത്തിട്ടുണ്ട്, നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. കണ്ട് മനസ്സിലാക്കണം, നല്ല കുഴപ്പം. ആക്ച്വലി എനിക്ക് IFFK കാണാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ വന്നത്. ഒരു എന്താ പറയുക, റിയലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിൽ അവർ എടുത്തിട്ടുണ്ട് പടം. എന്താ പറയുക, ഒരു 1.5 മണിക്കൂറാണ് ഡ്യൂറേഷൻ. ഒരുപാട് പുരസ്കാരങ്ങളൊക്കെ പോയൊരു പടമാണ്. ആക്ടേഴ്സിനും അത്യാവശ്യം എന്താ പറയുക പുരസ്കാരങ്ങളൊക്കെ കിട്ടിയിട്ടുള്ള പടമാണ്. അപ്പോൾ ശ്യാം ഫെർണാണ്ടോ എന്ന് പറയുന്ന നടൻ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഓവറോൾ കുഴപ്പമില്ല, നമുക്ക് കണ്ടിരിക്കാവുന്ന ഒരു പടം. ആർട്ടിഫിഷ്യലായിട്ടാണ് തോന്നിയത്. ക്ലൈമാക്സ് പടം പെട്ടെന്ന് തീർന്ന പോലെ തോന്നി, പക്ഷേ ക്ലൈമാക്സ് ആണ് ഇതാണോ എന്നൊന്നും എനിക്ക് തോന്നില്ല. ഫ്ലാറ്റ് മെസ്സേജ് ഒന്നുമല്ല ബ്രോ, ചെറിയ റോബറിയുടെ കഥയാണ്. അതങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്നതാണ്, അതാണ്. കണ്ടിരിക്കാൻ കേട്ടോ, പക്ഷേ കഥ നമ്മൾ ഒട്ടും ഫ്ലാറ്റായിട്ട് പോകുന്നത്. എന്തൊരു സമയം നേരം പോക്കിന് വേണ്ടി വന്നിരുന്ന് കാണാം. ഫ്ലാറ്റാണ്. ശരി, അല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു, കുഴപ്പമില്ല. ഓക്കെ, കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കുക. അവാർഡ് പടമാണ്, വേറെ എങ്ങനെ എൻ്റർടൈനറായിട്ടൊന്നും വരാൻ പറ്റൂല. അഭിനയം കൊള്ളാം, അഭിനയിച്ച എല്ലാവരും കൊള്ളാം. മാത്രമേ മുമ്പ് കണ്ടിട്ടുള്ളൂ, ബാക്കിയെല്ലാം പുതിയ മുഖങ്ങളാണ്. അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു, കണ്ടിരിക്കാം, അത്രേ ഉള്ളൂ. എടുത്തു പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. എനിക്ക് പ്രത്യേകിച്ച് വലുതായിട്ടൊന്നും ഇഷ്ടപ്പെട്ടു. നമ്മളൊരു ഉദ്ദേശം വെച്ചാലോ പോകുന്നേ, ആ ഒരു എക്സ്പെക്റ്റേഷനിലുള്ള അത്രയും കിട്ടിയില്ല. പിന്നെ അങ്ങ് കണ്ടിരുന്നു, അത്രേ ഉള്ളൂ. ഒക്കെ കുഴപ്പമില്ലായിരുന്നു, അഭിനയമൊക്കെ കുഴപ്പമില്ല, നല്ലതായിരുന്നു. എടുത്തിരിക്കുന്ന വ്യൂവും അതൊക്കെ കൊള്ളാം, നല്ല രസമുണ്ട്, കണ്ടിരിക്കാം. പടം നല്ല പടം, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല പടമായിരുന്നു, നന്നായിട്ട് പോർട്രേ ചെയ്തിട്ടുണ്ട്. ഹ്യൂമൻ കണ്ടീഷൻ ഓഫ് ശ്രീലങ്ക പോർട്രേഡ് ആയിട്ടുണ്ട്. ചെറിയ സെൻസ് ഓഫ് കോമഡി ഉണ്ട്, ബട്ട് സ്റ്റിൽ ഇൻ എ ന്യൂട്രൽ ഫേസ്. അവാർഡ് പടമാണ്, പൊളിപ്പടം പറയുന്ന ഒരു ഡോക്യുമെന്റേഷൻ ഫിലിം, അത്രേ ഉള്ളൂ. പടം അതാണ് ഞാൻ പറഞ്ഞത്, ക്ലാസ് പടം. ഒരു കൊമേഴ്സ്യൽ എന്ന് പറയാൻ പറ്റില്ല, നല്ലൊരു ക്ലാസ് പടം. ഇത് പറയുന്നതെന്ന് പറഞ്ഞത് ഹീറോയിൻ്റെ ആക്ടിങ് ബേസ് സൂപ്പർ. എങ്ങനെയാണ് പടം? പോരാ, വളരെ മോശം, വളരെ മോശമാണ്. കഥയില്ല, തീരെ മോശമാണ്, ഒന്നുമില്ല, തീരെ മോശം, പ്രത്യേകിച്ച് കഥയൊന്നുമില്ല. ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് കിട്ടാൻ മാത്രമുള്ള അങ്ങനെ എന്തെങ്കിലും ഉള്ളതായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഞാൻ ആ ട്രെയിലർ കണ്ടപ്പോൾ വിചാരിച്ചു ദർശനയുടെയും റോഷൻ്റെയും എന്തെങ്കിലും ഭയങ്കരമായിട്ടുള്ള പെർഫോമൻസ്, രണ്ടുപേരും നല്ല മികച്ച ആർട്ടിസ്റ്റുകളല്ലേ, അതൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു. അതും ഇല്ലായിരുന്നു സിനിമയിൽ. പിന്നെ ആകെ എടുത്തു പറയാനുള്ളത് ഒരു സിനിമാറ്റോഗ്രഫി, ഛായാഗ്രഹണം, അത് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ശ്രീലങ്കയിൽ ചെന്ന് കാണുന്ന പോലെ ശ്രീലങ്കയിലെ ഒരു വിഷ്വൽ ബ്യൂട്ടിയൊക്കെ നന്നായിട്ട് ആ ക്യാമറയിൽ ഒപ്പിയെടുത്തിട്ടുണ്ട്. പെട്ടെന്ന് ഒരു ചെറിയ സിനിമയല്ലേ, ഒരു 1.5 മണിക്കൂർ കൊണ്ട് തീരുന്ന സിനിമ. മറ്റേ നമ്മൾ 150 രൂപ കൊണ്ട് കൊടുത്ത് കണ്ടിട്ടിറങ്ങുമ്പോൾ അതിനൊക്കെ ഉണ്ടായിരുന്നു എന്ന് നമുക്കൊരു ഡൗട്ട് തോന്നും. പ്രത്യേകിച്ച് ഒരു എടുത്തു പറയാൻ മാത്രമുള്ള ക്വാളിറ്റി ഒന്നും വേറൊന്നുമില്ല. ആകെ എനിക്ക് എടുത്തു പറയാൻ തോന്നിയ അതിൻ്റെ ഒരു ഛായാഗ്രഹണം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, വിഷ്വൽ ബ്യൂട്ടി, അതേ ഉള്ളൂ. പിന്നെ ശ്രീലങ്കയിലെ അവരുടെ സാമ്പത്തിക പ്രതിസന്ധി, 2022 സാമ്പത്തിക പ്രതിസന്ധി, ആ കലാപമൊക്കെ നടന്നില്ല, അതാണ് ഇതിലെ സബ്ജക്റ്റ്. അതാണ് അവിടെ ടൂറിസ്റ്റുകളായിട്ട് പോകുന്ന ആൾക്കാരായിട്ടാണ് നായകനും നായികയും, അതേ ഉള്ളൂ. പ്രത്യേകിച്ച് എടുത്തു പറയാൻ മാത്രം ഒന്നുമില്ല. പിന്നെ പോയ അവിടെ ആകെ 6-7, ഞാൻ ഉൾപ്പെടെ ഒരു 7-8 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു പക്ഷേ ഫിലിം ഫെസ്റ്റിവലിലൊക്കെ ആൾക്കാർ കണ്ടിട്ടുള്ളത് കൊണ്ടാവാം, അത്രേ ഉണ്ടാകും. പ്രത്യേകിച്ച് ഒന്നും എടുത്തു പറയാൻ വേണ്ടിയൊന്നുമില്ല. പിന്നെ ദർശനയും റോഷൻ അവരുടെ ഒരു ഓൺ സ്ക്രീൻ കെമിസ്ട്രി അത് ഇതിലും കാണാനുണ്ട്. ഓൺ സ്ക്രീൻ ബയോളജിയും കൂടെ അതിലുണ്ട്, അമ്മാതിരിയുള്ള ഒരു സീനുകളാണ്. ഓക്കെ.